ഞങ്ങളങ്ങനെ നിലപാടെന്ന് പുറകോട്ട് പോയിട്ടില്ലല്ലോ. PM ശ്രീയോടുള്ള UDFന്റെ രാഷ്ട്രീയ നിലപാട് സുവ്യക്തമാണ്. ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു. അപ്പൊ അത് ഇനി എങ്ങനെ അതിന്റെ ഭാവി കാര്യങ്ങൾ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു, ഫണ്ടും വാങ്ങി, അതിന്റെ പേരിൽ മുടങ്ങിക്കിടന്നിരുന്ന ഫണ്ട് വന്നു. അപ്പോ പിന്നെ എന്താ അവർ ചെയ്തത്? അന്ന് വിവാദമായപ്പോ ഒരു മെസ്സേജ് കൊടുത്തു, കെപ്റ്റിൻ അബയൻസ്, തൽക്കാലം എന്താ പറയാ നിർത്തിവെക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ആ കരാറിന്റെ ഭാവി എന്താണ്? ഏകപക്ഷീയമായ അതിലൊരു കക്ഷിക്ക് കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഏതായിരുന്നാലും ഇന്ന് റിപ്പോർട്ട് സെക്രട്ടറി തന്നിട്ടുണ്ട്. ഞാനത് പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളത് പരിശോധിച്ച് UDFൽ ചർച്ച ചെയ്ത് വൈകാതെ തന്നെ ഞങ്ങളിതുമായി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവും. PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് ഒരഭിപ്രായമുണ്ട്, ഒരു നിലപാടുണ്ട്. UDFനും അതേ നിലപാട് തന്നെയാണുള്ളത്. കോൺഗ്രസിനോ ആ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ കേരളത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, രാത്രിക്ക് രാത്രി പിണറായി വിജയൻ തൻ്റെ അടിമകളെ പറഞ്ഞു വിട്ട്, തലയിൽ മുണ്ടിട്ട് പറഞ്ഞു വിട്ട്, ഈ പറയുന്ന ജോൺ ബിട്ടാസ് എന്ന് പറയുന്ന RSSന്റെ ഒറ്റുകാരനുണ്ടാക്കിയ പാലത്തിലൂടെ നടന്നു പോയിട്ട് ഒപ്പിട്ട് വന്നു അല്ലേ? രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞതെന്താ? കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചത്, ഞാനുമായിട്ട് ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ സുഹൃത്തായ ജോൺ ബിട്ടാസ് ആണ്. ഇവിടെ ഇപ്പം എന്താ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം എന്താണ്? ഓൾറെഡി ആ കരാറിൽ ഒരു സർക്കാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ മാറിയത് കൊണ്ട് ഉണ്ടാക്കിയ കരാറ്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, ഇതിൽ നിന്ന് എങ്ങനെയാണ് നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കാരണം എല്ലാത്തിനും ഒരു നിയമവശം കൂടി ഉണ്ടല്ലോ. നിയമപരമായിട്ട് ഒരു ഒപ്പിട്ട കരാറിൽ നിന്ന് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുകയാണ്. കൃത്യമായിട്ട് അതിൽ നിലപാടുണ്ട്. ആ നിലപാടുകൾ താമസിയാതെ തന്നെ UDF ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് RSSന്റെ ചട്ടുകമായിട്ട് പിണറായി വിജയനും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും പ്രവർത്തിച്ചതിൻ്റെ ഒരു അനന്തരഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് കേരളം എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ടുള്ള സോഷ്യൽ ഫാബ്രിക്കിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള, സെക്യുലർ പൊളിറ്റിക്സിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള കേരളത്തെ RSSന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന RSSന്റെ ഒറ്റുകാരനാണ്, RSS ഏജന്റാണ് അല്ലേ? അന്ന് ശിവൻകുട്ടി പറഞ്ഞത് കിട്ടാൻ ഒരുപാട് പണം കിട്ടാനുണ്ട്. എന്നിട്ട് എത്ര കിട്ടി? 100 കോടി രൂപ. അതിൽ താഴെ കിട്ടിയത് 98 99 കോടി രൂപയാണ് ആകെ കിട്ടിയത്. ശിവൻകുട്ടിയോടും പിണറായി വിജയനോടും പറയാനുണ്ടായിരുന്നത്, ഇനി ഇവറ്റകളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഇവരാ ഒപ്പിടാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് 100 കോടി രൂപ കിട്ടാനുണ്ട്, ഇതിൽ ഒപ്പിടാത്തത് കൊണ്ട് തരുന്നില്ല എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ജനത 100 അല്ല 1000 കോടി രൂപ കേരളത്തിൻ്റെ സർക്കാരിന് നൽകുമായിരുന്നു അല്ലേ? അത് ചെയ്തില്ല. എന്നിട്ട് പണം വാങ്ങാനെന്ന പേരിൽ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, RSSനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും അറിയാതെ, ക്യാബിനറ്റിലുള്ള മന്ത്രിമാർ പോലും അറിയാതെ, പാർട്ടി അറിയാതെ, മുന്നണി അറിയാതെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ അഖിലേന്ത്യാ സെക്രട്ടറിയോ അറിയാതെ രാത്രിക്ക് രാത്രി പോയി ഒപ്പിട്ടു അല്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഈ ആളുകളെ ഒന്നും അറിയിക്കാതെ, ക്യാബിനറ്റിനെ അറിയിക്കാതെ, പാർട്ടിയെ അറിയിക്കാതെ, മുന്നണിയെ അറിയിക്കാതെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണം കിട്ടണം, ഫണ്ട് വരണം എന്നുള്ളത് മാത്രമായിരുന്നില്ല ലക്ഷ്യം. മറിച്ച് അതിനേക്കാളൊക്കെ വലിയ ലക്ഷ്യം നരേന്ദ്രമോദിയുടെയും സംഘ് പരിവാറിൻ്റെയും പ്രീതി, അവരെ സന്തോഷിപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നത്.
അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിയെയും അഖിലേന്ത്യാ സെക്രട്ടറിയെയും അറിയിക്കാതിരുന്നത്. അതുകൊണ്ടാണ് മുന്നണിയിലെ മറ്റുള്ള ഘടകകക്ഷികളെ അറിയിക്കാതിരുന്നത്. അതുകൊണ്ടാണ് CPIയെ അറിയിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ക്യാബിനറ്റിലുള്ള മറ്റൊരു മന്ത്രിമാരെയും അറിയിക്കാതിരുന്നത് അല്ലേ? എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ക്യാപ്സൂൾ ഇറക്കിയതാ ഫണ്ട് കിട്ടാനെന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ ഈ ജനതയോട് ഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ 788 കോടി രൂപയാണ് ഒരാഴ്ച കൊണ്ട് കേരളത്തിൻ്റെ പൊതുജനം സമാഹരിച്ച് നൽകിയത് അല്ലേ? ആ ജനതക്ക് ഈ PM ശ്രീയിൽ ഒപ്പിടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ജനത 1000 കോടി സമാഹരിച്ച് നൽകില്ലേ? അപ്പോൾ ഫണ്ടിന് വേണ്ടി ആയിരുന്നില്ല ആ പണിയെടുത്തത്. യഥാർത്ഥത്തിൽ കൃത്യമായി ഒരു ഒറ്റുകാരൻ്റെ റോളായിരുന്നു പിണറായി വിജയനും ശിവൻകുട്ടിക്കും ഉണ്ടായിരുന്നത്. ഈ ജനതയെ, ഈ സമൂഹത്തെ, കേരളത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു. RSSന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെക്കുകയായിരുന്നു ഈ നാണം കെട്ട നെറികെട്ട സഖാക്കള് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഈ പറയുന്ന PM ശ്രീയിൽ ഒപ്പുവെച്ച് അതിൽ നിന്ന് പണം പറ്റിയിട്ട് അവസാനം വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ക്യാപ്റ്റൻ ഒബേൻസ് എന്താ പറഞ്ഞത്? ക്യാപ്റ്റൻ അബേൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപ്റ്റൻ അബേൻസ് എന്ന് പറഞ്ഞാൽ? താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുക, ടെമ്പററിലി സസ്പെൻഡഡ്, പുട്ട് ഓൺ ഹോൾഡ്. നിങ്ങൾ ഫോണൊക്കെ വിളിക്കുമ്പോൾ സംടൈം ഈ പുട്ട് ഓൺ ഹോൾഡ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് കേട്ടിട്ടും ഉണ്ടാവും അല്ലേ? സംടൈം നമ്മൾ കാതിലൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഫോണിൽ ഇതേപോലെ എവിടെയെങ്കിലും അറിയാതെ ആ ഹോൾഡ് ബട്ടൺ ഒന്ന് ഞെങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പുട്ട് ഓൺ ഹോൾഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുക, അല്ലെങ്കിൽ ഇനി ഒരു ഫർദർ ഡിസ്കഷൻ ഉണ്ടാകുന്നവരെ താൽക്കാലികമായിട്ട് ആ പരിപാടി ഇവിടെ നിർത്തുന്നു. ഇതുവരെ നടന്നു, ഇനി ഇവിടെ നിർത്തുന്നു എന്നുള്ള രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഇത് ടെമ്പററിയാണ്. ആ മെസ്സേജ് കൊടുത്തതും കത്ത് കൊടുത്തതും അത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ടാണ്. അതാണ് ക്യാപ്റ്റൻ അബേൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. മനസ്സിലായില്ലേ? അതാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ പറഞ്ഞ ആ വാക്ക്. അതാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. കത്തിൽ ഉപയോഗിച്ച വാക്കാണ്. എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ PM ശ്രീ വിവാദമായപ്പോൾ CPIയും മുന്നണിയും കേരളത്തിലെ പ്രതിപക്ഷവും എല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർത്തപ്പോൾ അന്ന് നൽകിയ കത്തിൽ എഴുതിയിരിക്കുന്ന വാചകമാണ് ക്യാപ്റ്റൻ അബേൻസ്. എന്താണ് ഈ ക്യാപ്റ്റൻ അബേൻസ്? അതാണ് ഞാൻ പറഞ്ഞത്, താൽക്കാലികമായിട്ട് നിർത്തിവെക്കുക. മനസ്സിലായില്ലേ? അത് താൽക്കാലികമായിട്ട് മാത്രമാണ് നിർത്തിവെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇവിടെ UDF സർക്കാരിന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? കൃത്യമായിട്ട് ഇതിൻ്റെ നിയമവശങ്ങൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനമെടുക്കുക. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ ഒരു 8ന്റെ പണി പിണറായി വിജയനും കൂട്ടരും നൽകിയിട്ടാണ് പോയിരിക്കുന്നത്. മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ആ തർക്കഭൂമിയിൽ കേസ് ഓൾറെഡി കോടതിയിൽ നിൽക്കുമ്പോൾ അതിൽ കോടതിയിൽ നിന്ന് ഒരു അന്തിമ വിധി വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ഉമ്മീദ് പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്തു താൽക്കാലികമായിട്ട്. അതും നിങ്ങളൊന്ന് ആലോചിക്കണം, മെയ് 18 UDF സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് മെയ് 16 കൃത്യമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പിണറായി വിജയൻ നിയമിച്ചിരിക്കുന്ന പിണറായി വിജയന്റെ അടിമകൾ കൃത്യമായി പണിയെടുത്തു അല്ലേ? അവിടെ ഒരു മാന്യത പോലും കാണിച്ചില്ല. ഒന്ന് ഒരു സാവകാശം. കാരണം മെയ് 25 വരെ അതിനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നു. ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിവസം മെയ് 25 ആയിരുന്നു. അതുവരെ ടൈം ഉണ്ടായിട്ടും മെയ് 18 സർക്കാർ അധികാരമേറുമെന്ന് അറിഞ്ഞിട്ടും മെയ് 16 ഈ കാര്യങ്ങൾക്ക് തീരുമാനമാക്കിയിട്ട് അവർ ഏകപക്ഷീയമായ തീരുമാനമെടുത്തിട്ട് UDF സർക്കാരിൻ്റെയോ മന്ത്രിയുടെയോ മുഖ്യമന്ത്രിമാരുടെയോ അഭിപ്രായങ്ങൾ കേൾക്കുക പോലും ചെയ്യാതെ വളരെ വളരെ രാഷ്ട്രീയപരമായ തീരുമാനമെടുത്തിട്ട് ഒരു വലിയ തീ കൊളുത്തിയിട്ടാണ് ഇവർ പോയത്. ഈ 2 കാര്യങ്ങൾ കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുൻപിൽ, കേരളത്തിൻ്റെ ജനസമൂഹത്തിന് മുൻപിൽ ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ.
ഇതിൽ ഒരു നയപരമായി ആർക്കും പരിക്കേൽക്കാത്ത രീതിയിൽ ഒരു തീരുമാനമെടുത്തിട്ട് വേണമായിരുന്നു അത് ചെയ്യാൻ. മനസ്സിലായില്ലേ? കാരണം എന്താ, അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട ഒരു ചാൻസാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഒരു സൊല്യൂഷനിലേക്ക് എത്തേണ്ട ചാൻസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു കൃത്യമായിട്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന PM ശ്രീയും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 100 കോടി എന്നൊക്കെ പറയുന്നത് ഒരു നക്കാപ്പിച്ചയല്ലേ അല്ലേ? നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തെ ഒറ്റുകൊടുത്തവരാണ് പിണറായി വിജയനും ശിവൻകുട്ടിയും. ഇവിടെ മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ്. മുസ്ലിം ലീഗിന്, UDFന്, കോൺഗ്രസിന് കൃത്യമായ നിലപാടുകൾ ഈ വിഷയങ്ങളിലുണ്ട്. ആ നിലപാടുകളിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അത് മാറുകയുമില്ല. മനസ്സിലായില്ലേ? പിന്നെ എന്താണ് പ്രതിസന്ധി? പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വിഷയത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ ഒപ്പിട്ട് പോയിരിക്കുന്നു. ഇനി ഇതിൽ നിയമപരമായി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ രാജ്യത്ത്, നിയമമെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ഈ പറയുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് തീരുമാനം കഴിയുമോ? പക്ഷെ കഴിഞ്ഞില്ലെങ്കിലും അതിനപ്പുറത്തേക്കുള്ള ചില തീരുമാനങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എടുക്കാൻ കഴിയും. അത് കൃത്യമായിട്ട് UDF എടുക്കുകയും ചെയ്യും അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, വരുന്നവർക്ക് ഒരു 8ന്റെ പണി കൊടുക്കണം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് ഭരണത്തിലിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നല്ല ബോധ്യമുണ്ടായ കാര്യമാണ്, തുടർ ഭരണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാലും പോകുന്ന പോക്കിന് ഒരു തള്ള് ഒരു ഉന്ത്, ഒരു കുത്ത് ഒരു തള്ള് എന്ന് പറഞ്ഞ രീതിയിൽ പിണറായി വിജയൻ അവസാന നിമിഷം വരെ ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് പരിശ്രമിക്കുമ്പോഴും അതിനുവേണ്ടി പണിയെടുക്കുമ്പോഴും പിണറായി വിജയൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു തുടർ ഭരണം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത്. അതാണ് യാഥാർത്ഥ്യം എന്നുള്ളതും പിണറായി വിജയൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ 8ന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പണിയെടുത്തിട്ടാണ് പിണറായി വിജയൻ ഇറങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, പറഞ്ഞു വന്നത് കൃത്യമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പിണറായി വിജയൻ എന്തിനാ RSSന് പണിയെടുക്കുന്നത്? എന്തിനാ? പിണറായി വിജയൻ RSSകാരനാണോ? പിണറായി വിജയൻ സംഘപരിവാറുകാരനാണോ? പിന്നെ എന്തിനാ RSSന് വേണ്ടി പണിയെടുക്കുന്നത്? പിണറായി വിജയൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി. പിണറായി വിജയന് ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഒന്നടങ്കം വഞ്ചിച്ചിട്ടാണ് പിണറായി വിജയൻ ഇറങ്ങിപ്പോയിരിക്കുന്നത്.